ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്നത്തേതും ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഇന്ന് എൻ്റെ വീട്ടിൽ നിന്നുള്ളതുമല്ല, അനീസ്കൻ്റെ വീട്ടിൽ നിന്നുള്ളതുമല്ല, എൻ്റെ അമ്മൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക. ഞാൻ ഉമ്മയില്ലാത്തതുകൊണ്ട് വല്യമ്മൻ്റെ അടുത്ത് കുറച്ച് ദിവസം നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതേനു കേട്ടോ. 1-2 ദിവസമായി വന്നിട്ട് പിന്നെ പോണ അന്നാണ് വീഡിയോ എടുത്തത്. ഇവിടെ വന്നിട്ട് നല്ല റിലാക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. വീഡിയോ എടുക്കണമെന്നോ എഡിറ്റ് ചെയ്യണമെന്നോ അങ്ങനൊരു മൂഡും ഇല്ലേനി. പിന്നെ പോകണമെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ച് ഏതായാലും ഒരു ചേഞ്ച് ആയിക്കോട്ടെ, ഒരു വേറെ വീട്ടിലുള്ള ഡേ ഇൻ മൈ ലൈഫൊക്കെ കാണാൻ നല്ല രസമാണല്ലോ. അപ്പം അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. ഇവിടെ പിന്നെ അമ്മൻ്റെ അനിയത്തിയുണ്ട്. അപ്പം ഓരോ മക്കളൊക്കെ ഉണ്ട്. ഒരേറ്റ് നോ നല്ല കമ്പനിയാണ്. നോയിന് അങ്ങനെ ഇപ്പപ്പായിട്ട് ഇങ്ങനത്തെ ഒരു ഇതൊക്കെ തുടങ്ങിയതാണ് കേട്ടോ. ആദ്യം എല്ലാവരുടെ അടുത്തും പോയേനു. അപ്പോൾ എനിക്ക് ഇങ്ങനെ മനസ്സിന് പിടിച്ചിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ പോവുള്ളൂ. പക്ഷേ അമ്മൻ്റെ അനിയത്തിനെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടേനി. ഒരു വന്ന അന്ന് തന്നെ ഒരു കൂടെ പോലും കളിക്കലൊക്കെ ഉണ്ടേനു കേട്ടോ. അങ്ങനെ രാവിലെ ആയപ്പം ഞാൻ വെറുതെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി നോക്കിയതേനു. മുറ്റത്തേക്ക് ഒന്നും ഇറങ്ങില്ല, ജസ്റ്റ് പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ നല്ലോണം സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവനക്ക് നടന്ന് കളിക്കാനൊക്കെ ഭയങ്കര രസത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ വീട്ടിലൊക്കെ നിൽക്കാൻ പോവില്ലേ, അതേ അവസ്ഥ തന്നെയാണ് കേട്ടോ. കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് എണീക്കലുള്ളത്. അങ്ങനെ ചായപരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ നോയിന് മരുന്ന് കൊടുക്കാനുണ്ട്. അവനക്കിപ്പോൾ നല്ല കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടേനു. അപ്പം ആൻറ്റിബയോട്ടിക് ഉണ്ട്. അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചേന്. പിന്നെ ഇതാ കിച്ചണിൽ പോയപ്പം അവിടെ പൂരിക്കുള്ളത് ഉണ്ടാക്കി വെച്ചേന്. പിന്നെ ഇത് മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് കറി ഉണ്ടാക്കുമല്ലേ, അതിന് വേണ്ടിയിട്ടുള്ളത് ആക്കുന്നുണ്ട്. ഞാൻ പിന്നെ നോയിൻ്റെ കൂടെ തന്നെ അങ്ങനെ കിച്ചണിക്കൊന്നും അങ്ങനെ പോലില്ല കേട്ടോ. ഇവിടെ ഹെൽപ്പിന് ആളുണ്ട്. പിന്നെ അമ്മൻ്റെ അനിയത്തിയും ഓരെല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ഓരൊക്കെ തന്നെയാണ് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കൽ. ഈ വീട് ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ തന്നെ ഒരു കിച്ചണേനി ഇവിടെ, ഫുൾ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആയിട്ടുള്ളൊരു കിച്ചണേനി. പക്ഷേ അത് പിന്നെ റിനോവേറ്റ് ചെയ്ത് ഇവിടുത്തെ കസിൻ്റെ കല്യാണമൊക്കെ ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കല്യാണം അടുപ്പിച്ചിട്ട് ഫുള്ള് റിനോവേറ്റ് ചെയ്ത് വേറെ തന്നെ ഒരു ഡിസൈൻ ആക്കി കേട്ടോ. ഇപ്പോഴത്തെ ഒരു മോഡുലാർ കിച്ചൺ ടൈപ്പ് ഉണ്ടല്ലോ, അതേപോലെ ആക്കി. അന്നും ഇങ്ങനൊക്കെ തന്നെ ആയിരുന്നു, പക്ഷേ വേറെ തന്നെ കളറും കാര്യങ്ങളൊക്കെ ആയിട്ടേനി. പിന്നെ നോയിനൊന്ന് അടുക്കിയിരുത്താൻ വേണ്ടിയിട്ട് മിസ് റേച്ചലിൻ്റെ വീഡിയോസ് വെച്ച് കൊടുത്തതാണ് കേട്ടോ. അത് കുറച്ചും കൂടെ നല്ലതാണ് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണേ. ഈ അനിമേഷനും കാര്യങ്ങളൊക്കെ കുറവുള്ളതാണ് കുട്ടിക്ക് കാണാൻ നല്ലത്. ഇൻഷാ അല്ലാ ഞാനതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വേറെ ഏതെങ്കിലും വീഡിയോയിൽ പറയുന്നുണ്ട്. സാധാരണ ഞാൻ ചായടിൻ്റെ മുന്നേ തന്നെ ഈ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട്. ഇന്നിപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചെയ്യാൻ പോണത്. ഇത് മാമഅർത്തിൻ്റെ ബൈ ബൈ ബ്ലെമിഷസ് ഫേസ് വാഷും ഫേസ് സീറമും ആണ്. അപ്പം ഇതിൽ മെയിനായിട്ട് വരുന്നത് മൾബറിയും പിന്നെ വിറ്റാമിൻ സിയും ആണ്. മൾബറി നമ്മളെ ഫേസിൽ വരുന്ന ഈ ബ്ലെമിഷസും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വിറ്റാമിൻ സി ഉള്ളതുകൊണ്ട് ഈവൻ സ്കിൻ ടോൺ കിട്ടാൻ ഹെൽപ്പാക്കുകയും ചെയ്യും. നമ്മളെ ഫേസ് നല്ലൊരു പിഗ്മെൻറ്റേഷനൊക്കെ കുറച്ചിട്ട് സ്പോട്ട്ലെസ് ആക്കി നല്ല ഈവൻ ടോണിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വെറുതെ വെള്ളം വെച്ചൊന്ന് കഴുകിയിട്ട് പിന്നെ കുറച്ച് ഫേസ് വാഷ് എടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് യൂസ് ആക്കുകയാണെങ്കിൽ നമ്മളെ മുഖത്ത് വരുന്ന ഈ ഡാർക്ക് സ്പോട്ട്സും പിന്നെ അൺഈവൻ സ്കിൻ ടോണൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു കാര്യം, ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ആക്കുന്നുണ്ട്. അതേപോലെ തന്നെ മെയ്ഡ് സേഫ് സർട്ടിഫൈഡും ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാം. ഫേസ് വാഷ് ഇട്ട് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ സർക്കുലർ മോഷനിലാണ് കേട്ടോ മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ അതിന് ശേഷം ഞാനത് വാഷ് ചെയ്ത് കളയുന്നുണ്ട്. പിന്നെ ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ലൊരു ക്ലീൻ ആയ പോലെ ഉണ്ടാവും. അങ്ങനെ ഞാനത് ടവൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി കൊടുത്തിട്ട് ഇനി ഫേസ് സിറമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സിറം ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഫേസിന് നല്ലൊരു ഗ്ലോ വരും. ഇത് രണ്ടും നമ്മൾ റെഗുലറായിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നല്ല വിസിബിൾ ചേഞ്ചസ് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് താഴെ കൊടുത്തേണ്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതേപോലെ എൻ്റെ ഒരു കൂപ്പൺ കോഡ് ഉണ്ട്, അത് യൂസ് ആക്കുകയാണെങ്കിൽ 20% ഓഫ് മാമഅർത്തിൻ്റെ സൈറ്റിലും വെബ്സൈറ്റിലും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ മാമഅർത്തിൻ്റെ പ്ലാൻ ഗുഡ്നസ് ഇനീഷ്യേറ്റീവ് ഉണ്ട്. നമ്മൾ എന്ത് ഓർഡർ ചെയ്യുകയാണെങ്കിലും അത് അവർ നട്ടിട്ടുള്ളൊരു ചെടിയായിട്ട് ലിങ്ക് ചെയ്യും. അങ്ങനെ 2025 ആകുമ്പോഴത്തേനും 1 മില്യൺ ട്രീസ് നടാനുള്ളൊരു ഇനീഷ്യേറ്റീവാണ്. പിന്നെ മാമഅർത്തിൻ്റെ പ്രൊഡക്ട്സ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും ഒക്കെ അവൈലബിൾ ആണ്. പോരാത്തതിന് ഇപ്പം ഓഫ്ലൈനായിട്ടും കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മളെ നിയർ ബൈ സ്റ്റോഴ്സിലൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുക. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പം എൻ്റെ താത്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഊര് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ കേട്ടോ.
പിന്നെ നോയിന് ഫുഡ് കൊടുക്കലും കുളിപ്പിക്കലും എല്ലാം കഴിഞ്ഞിട്ട് പാള് സെറ്റായിക്കുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് പുതിയൊരു സ്ട്രോളർ ഓർഡർ ചെയ്ത് നോക്കിയതേനു കേട്ടോ. ഇങ്ങനെ ക്യാബിനിൽ വെക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു വലുപ്പത്തിലുള്ളൊരു സ്ട്രോളറാണിത്. R4 റാബിറ്റിൻ്റെ തന്നെയാണ്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഓർഡർ ചെയ്തിട്ട് എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കിയതേനു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇനി പക്ഷേ ഞാനിത് റിട്ടേൺ ആക്കാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വേറൊരു പാക്കേജ് വന്നതാണ്, അഗാരോ എന്നുള്ളതാണ്. ഇതിലൊരുപാട് ഫങ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം ചോപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, പിന്നെ ബ്ലെൻഡറായിട്ട് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ഒരു വിസ്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു മൾട്ടിപർപ്പസ് പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ മെയിൻ സംഭവം വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ബീക്കർ ഉണ്ട്, ഇങ്ങനെ ഒരു ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യം നല്ല സൈസുള്ളത് തന്നെയാണ് കേട്ടോ. കുറേ വെജിറ്റബിൾസ് നമുക്ക് അങ്ങനെ ഇട്ടിട്ട് ചോപ്പ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വിസ്ക് ഉണ്ടെന്ന്, അതേപോലെ ഒരു ബ്ലെൻഡറും ഉണ്ട്, ഇങ്ങനെ പ്യൂരി ആക്കാൻ വേണ്ടി അതും ഉണ്ട്. അപ്പം ഞാനതെല്ലാം ഒന്നിങ്ങനെ എടുത്ത് നോക്കിയേനു. പിന്നെ എനിക്ക് എന്ത് കിട്ടിയാലും അപ്പം തന്നെ പരീക്ഷിച്ച് നോക്കണം എന്നുള്ളൊരു അങ്ങനെ ഒരു ആഗ്രഹമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ക്യാരറ്റ്സ് വാങ്ങിയിട്ട് അത് തൊലിയൊക്കെ കഴിഞ്ഞിട്ട് ഇതേപോലെ ഈ ഒരു ചോപ്പറിലിട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മളെ അടുത്തൊക്കെ ഇങ്ങനെ വലിക്കുന്ന ചോപ്പറല്ല ഉള്ളത്, ഇത് ഇലക്ട്രിക് ആണ് കേട്ടോ. ഇങ്ങനെ പ്ലഗ് ഇൻ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ തന്നെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. പെട്ടെന്ന് ആവണുണ്ട്. നമ്മൾ ഈ കൈ വെച്ചിട്ട് ഇങ്ങനെ വലിക്കുന്ന ആ ചോപ്പറിനേക്കാളും സ്പീഡായി കിട്ടീന്. നല്ല ഫൈനായിട്ട് തന്നെ ഇങ്ങനെ ഗ്രേറ്റ് ആയ പോലെ ആയിന് കേട്ടോ. നമുക്ക് എത്രയാണോ വേണ്ടത് ആ ഒരളവിൽ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും, എത്ര സൈസിലാണോ വേണ്ടതെന്ന് വെച്ചാൽ. പിന്നെ ഞാനിനി ആ ഒരു ബ്ലെൻഡർ ഒന്ന് ടെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നല്ല മാംഗോ എടുത്ത് അത് തൊലിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് ഈ ബീക്കർ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ വന്നിട്ടുള്ള അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ശരിക്കും നമുക്ക് കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഫുഡൊക്കെ അടിച്ചിട്ട് അങ്ങനെ പ്യൂരി ആക്കിയിട്ട് കൊടുക്കുമല്ലോ വെള്ളം ചേർക്കാതെ, അതിന് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇതാവുമ്പോൾ എന്താ വെച്ചാൽ മിക്സിയിൽ ഇടേണ്ട ആവശ്യമില്ല. മിക്സിയിൽ അങ്ങനെ ഇടുമ്പോൾ കുറേ അങ്ങനെ വേസ്റ്റായിട്ട് പോവും. പിന്നെ അത്ര ഒരു ഹൈജീനിക് ആണോ നമുക്കൊരു പേടിയാണല്ലോ. ഇതാ ഒരു പ്രശ്നമില്ല, ഇങ്ങനെ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ചൂടുള്ള സാധനങ്ങളും അടിച്ചെടുക്കാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വന്നിട്ടുള്ളത്. നല്ലതാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് ഇത് മാംഗോ ജ്യൂസ് പോലെ ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആ ഒരു ഫുൾ മാംഗോ ഇതിലിട്ട് കൊടുത്തേനു കേട്ടോ. അതെല്ലാം പെട്ടെന്ന് തന്നെയാണ് ഇങ്ങനെ റെഡിയായി കിട്ടിയത്. പിന്നെ പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ട് കണ്ടില്ലേ, നല്ല തിക്കായിട്ട് ഒരു തിക്ക് ഷേക്ക് പോലെ വന്നതാണ്. അതാ ഞാനത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്നിങ്ങനെ കാണിച്ചു തരാം. പക്ഷെ നമ്മളിതിൽ വീണ്ടും പാലൊക്കെ ഒഴിച്ചിട്ട് ജ്യൂസാക്കിയിട്ട് കുടിച്ചിരുന്നു കേട്ടോ. ഞാനിങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. നല്ല കട്ടയൊന്നുമില്ലാതെ അടിപൊളിയായിട്ട് കിട്ടീന്. പിന്നെ ഇനി ആ വിസ്കിൻ്റെ സംഭവം ഉണ്ടല്ലോ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാലും പിന്നെ കാപ്പിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടിയാണ് അത്. നമ്മൾ കോൾഡ് കോഫി ആക്കുമല്ലോ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഈ വിസ്ക് വെച്ചിട്ട് നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാനും ഒക്കത്തിനും പറ്റുന്നതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ കഴിയുന്നുണ്ട്. കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തേന്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ അതിന് ശേഷം ഇതാ നോ നല്ല കളിയിലാണ് കേട്ടോ. ഓന് മോളുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഓളെ കൂടെ ഇങ്ങനെ നടന്ന് ഓളെങ്ങോട്ടാണോ പോണത് അങ്ങോട്ടൊക്കെ പോയിട്ട് ഇങ്ങനെ കളിക്കേനി. പിന്നെ അന്ന് ഞാൻ മാത്രമല്ല അമ്മൻ്റെ അനിയത്തിയും എല്ലാവരും പോവേനു. അപ്പം നമുക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വല്യമ്മ ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടേനി. അങ്ങനെ നല്ല ചിക്കൻ ബിരിയാണിയും പിന്നെ ചെമ്മീൻ ഫ്രൈയും ഒക്കെ ഉണ്ടേനു കേട്ടോ. അപ്പോൾ അനീസ്ക വന്നിട്ടുണ്ട് എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല ഞാനിവിടെ 2 ദിവസമായിന് വന്നിട്ട്. അപ്പം അതിന് ശേഷം അനീസ്കനെ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ വീഡിയോ കോൾ ചെയ്യുന്നല്ലാതെ പിന്നെ അനീസ്ക ഇങ്ങോട്ട് വരാനൊന്നും സമയം ഉണ്ടായിട്ടില്ല. എന്നെ ഇവിടെ ആക്കി തന്നിട്ട് പോയതേനു. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ നോയിനൊരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, മടിയൊക്കെ ഉണ്ടായിന് അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ സെറ്റായി. പിന്നെ എൻ്റെ കസിൻ്റെ ഓൺലൈൻ ബുട്ടീക്ക് എന്നുള്ള കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം. എസ്വാ വുമൺ എന്നാണ് ഇവളെ പേജിൻ്റെ പേര്. ഇൻസ്റ്റഗ്രാം പേജാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. വെസ്റ്റേൺ വെയർ ആയിട്ടുള്ളതും കാഷ്വൽ ആയിട്ടുള്ളതും നമുക്ക് സെമി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ളത് അല്ല അങ്ങനെ റെഡിമെയ്ഡ് ഐറ്റംസ് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടാവുന്ന തരത്തിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പം ഓളിക്കൊരു വെസ്റ്റേൺ ടൈപ്പിലുള്ള ടോപ്പും പിന്നെ ഒരു സെമി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ളൊരു ചുരിദാറിൻ്റെ ഇതുണ്ടല്ലോ അതും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. എല്ലതും നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. പിന്നെ അഫോർഡബിൾ റേറ്റ്സിലുമാണുള്ളത്. ക്വാളിറ്റിന്ന് ഞാൻ എടുത്ത് പറയാൻ കാരണം ഞാൻ മുന്നേ ഇവിടുത്തെ കല്യാണത്തിൻ്റെ സമയത്ത് ഇവളിങ്ങനെ കുറച്ച് സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു.
അന്ന് ഞാൻ റെഡിമെയ്ഡായിട്ടുള്ളൊരു അനാക്കലി പോലത്തേത് എടുത്തീനു കേട്ടോ. അത് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതാണ് ആ ഒരു ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ടായത്. അതിൻ്റെ വർക്കൊന്നും ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. പറയുമ്പോൾ ഞാൻ മെഷീനിലിട്ടിട്ടാണ് ഇത് വാഷ് ചെയ്യൽ. അന്ന് കല്യാണത്തിൻ്റെ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇത് യൂസ് ആക്കലുണ്ട്. പറയുമ്പോൾ നമുക്ക് എല്ലാ ഒക്കേഷനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ പാർട്ടി വെയർ ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈപ്പിലുള്ളതാണ് കേട്ടോ. ഇതുവരെ കളർ ഫെയ്ഡാവേ ഒന്നും തന്നെ വന്നിട്ടില്ല, ഒരു ഡാമേജും വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് വിശ്വസിച്ച് പറയാൻ പറ്റും. നിങ്ങൾ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ലിങ്ക് എല്ലാം താഴെ കൊടുത്തേണ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ. നല്ല വിഷമമുണ്ടേനി. കുറച്ച് ദിവസം നല്ല രസത്തിൽ വലിയമ്മൻ്റെ കൂടെ അങ്ങനെ നിന്നിട്ട് പിന്നെ തിരിച്ചു പോകുമ്പം എന്തോ ഒരു വിഷമമുള്ള പോലെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഉമ്മ ഇല്ലാത്തതുകൊണ്ട് വലിയമ്മേന് ഇങ്ങനെ വിളിക്കലൊക്കെ ഉള്ളത് കേട്ടോ. അപ്പം ഹൈലൈറ്റ് മാളിലേക്ക് വന്നതാണ്. വെറുതെ നോയിനൊന്ന് പുറത്തേക്കൊക്കെ ഇറക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കൂടുതലും ഇങ്ങനെ ഹൈലൈറ്റ് മോളിലേക്ക് വരുന്നത് ഇവനക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഈ മാമ മിൽക്കാണ് നേരെ വരലുള്ളത്. അപ്പം ഞാൻ അധികം ഇവിടുന്ന് മാഷ്ഡ് പൊട്ടേറ്റോ ആണ് ഇവനക്ക് കൊടുക്കൽ. വേറെ ഫുഡൊക്കെ നല്ല തന്നെയാണ്, പക്ഷേ ഇവൻ കഴിക്കോ ഇല്ലയോ എന്നുള്ളത് അറിയാത്തതുകൊണ്ട് അതിന് ട്രൈ ചെയ്ത് നോക്കാനൊരു മടിയാണ് കേട്ടോ. അപ്പോൾ അന്ന് പോയപ്പോൾ മാഷ്ഡ് പൊട്ടേറ്റോ ഇല്ലേനി, അതിന് പകരമായിട്ട് അവരുടെ ഒരു ചിക്കൻ വെജ് റൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതേന് കൊടുത്തത്. കുറച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിക്കുന്നു അവനക്ക്. പിന്നെ എന്തോ അങ്ങനെ അധികമൊന്നും കഴിക്കില്ല. അപ്പം ഞാനത് കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്തീനു കേട്ടോ, പിന്നെ എപ്പോഴെങ്കിലൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതാ സ്ഥിരം പരിപാടി ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ഒരു റിമോട്ട് കാറിൽ കളിപ്പിക്കലാണ്. അതിങ്ങനെ ഒരു 2-3 റൗണ്ടേ ഉള്ളൂ. 100 റുപ്പീസാണ് കേട്ടോ ഇതിന്. എനിക്ക് ഇങ്ങനത്തെ ടോയ് കാർസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല, ഇൻഷാല്ലാ വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒന്നാമത് നമുക്ക് സ്ഥലത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഇനിയിപ്പം വാങ്ങിച്ചാൽ വെറുതെ ആവുമോ, കളിക്കാൻ സ്ഥലമില്ലെങ്കിൽ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിക്കാത്തത്. അപ്പം നല്ല ഇഷ്ടമാണ് ആൾക്ക്. ആദ്യം ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും, പിന്നെ അങ്ങനെ ഇരുന്നോളും, എത്ര നേരം വേണമെങ്കിലും ഇരിക്കും, അത്ര ഇഷ്ടമാണ്. പിന്നെ മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ അധികം ഇവനങ്ങനെ നടത്തി വിടലാണ് കേട്ടോ. സ്ട്രോളറിൽ കൊണ്ടുപോയാൽ ഇപ്പോൾ കുറവാണ്. ഇങ്ങനെ ഒന്ന് നടക്കാൻ തുടങ്ങിയോണ്ട് അവൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ വിടും. നമ്മൾ എന്നിട്ട് ബാക്കിൽ അങ്ങനെ നടന്ന് ചെല്ലുകയാണ് ചെയ്യൽ. ആൾക്ക് ഇഷ്ടം അങ്ങനെ മാളിൽ വരാനും ആൾക്കാരെ കാണാനും ഒക്കെ. പക്ഷേ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊള്ളു കേട്ടോ, ആരടുത്തേക്കും പോവില്ല. അതൊരു എന്താ പറയുക, ഒരു പേടിയുള്ള പോലെയാണ്. ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിക്കുന്നത് കാണാം. പിന്നെ ഇങ്ങനത്തെ ഈ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ, എല്ലാത്തിലും ഒന്ന് വെറുതെ ഇങ്ങനെ ഇരുത്തി നോക്കിയതാ. ഇവന് അത്രക്കൊന്നും ആയിട്ടില്ലല്ലോ, അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കയറ്റി ഇരുത്തി നോക്കി. പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നടന്നിട്ട് മോമോസ് ഉണ്ടായിരുന്നു, അത് വാങ്ങി. കുറേ കാലമായിരുന്നു മോമോസ് കഴിക്കണമെന്ന് ഇങ്ങനെ വിചാരിക്കണേ. നല്ല ടേസ്റ്റുള്ളൊരു മോമോസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടാളും അത് കഴിച്ച് ഇവൻ്റെ കൂടെ വീണ്ടും കുറച്ച് സമയമൊക്കെ അങ്ങനെ സ്പെൻഡ് ചെയ്ത് നിന്ന്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഞങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിക്കാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്